ഹലോ ഗൈസ്, അപ്പം ഇന്നിപ്പോൾ ഞാൻ ഒരു സ്കാമിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞാൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ ഞാനൊരു ട്രെക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, കേദാർകാന്ത ട്രെക്കിങ്. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ഈ വീഡിയോ ഇടുന്നത് വെച്ചാൽ, ഞാൻ അത് കഴിഞ്ഞിട്ട് വേറെ ട്രിപ്പ് പോയി, അത് കഴിഞ്ഞിട്ട് ഇപ്പം മിനിഞ്ഞാന്ന് എത്തിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് സന്തോഷം കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അങ്ങനെ നമ്മൾ കേദാർകാന്ത ട്രെക്കിങ്ങിന് ഫസ്റ്റ് നമ്മൾ സാങ്ക്രി വില്ലേജിലേക്കാണ് പോവുക. സാങ്ക്രി വില്ലേജിൽ നമ്മൾ പോയി എത്തി. അങ്ങനെ പോയി എത്തിക്കഴിഞ്ഞ് അവിടെ നല്ല തണുപ്പാണ്. നമുക്ക് അവർ ബേസിക്കായിട്ട് ഒന്ന് ചൂടുവെള്ളം പോലും, കുളിക്കാൻ ചൂടുവെള്ളം പോലും അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. കുടിക്കാനും ചൂടുവെള്ളം അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് പിറ്റേന്ന് ട്രെക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തെർമോ ഫ്ലാസ്കിൽ ചൂടുവെള്ളം എടുക്കണം. അവർ ഞങ്ങളോട് പറയാണ് ഗ്യാസ് തീർന്നു പോയി, അതുകൊണ്ട് ചൂടുവെള്ളം തരാൻ പറ്റില്ല എന്ന്. ഓക്കെ ഫൈൻ, നമുക്ക് സാരമില്ല. അപ്പോൾ നമ്മളവിടെ ടെൻറ്റ് അടിച്ചിട്ടുള്ള സ്ഥലത്ത് ചൂടുവെള്ളം കിട്ടുന്നവർ പറഞ്ഞു. ഓക്കെ ഫൈൻ, നമുക്ക് അത് ഓക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ നിന്നു. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പം അവിടെ ഞങ്ങൾക്ക് ചൂടുവെള്ളം ഇല്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അത്യാവശ്യം നല്ല റെയിൻഫാൾ ഉണ്ടായിരുന്നു. സ്നോഫാൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തുടങ്ങി. അങ്ങനെ നമ്മൾ പറഞ്ഞു ഞങ്ങൾ എന്ത് റിസ്ക്കും എടുത്തിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാൻ റെഡിയാണ്, നമുക്ക് പോകണം എന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് സാങ്ക്രി വില്ലേജിൽ നിന്ന് നമുക്ക് വന്ന ഗൈഡ്സ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു പറഞ്ഞ് നടക്കില്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ബേസ് ക്യാമ്പിൻ്റെ ഒരു 1.5 കിലോമീറ്റർ അവേ കൊണ്ടുപോയി. അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോയപ്പം ഞങ്ങൾ അവിടെ നിന്ന് മഞ്ഞാണ്, ഓക്കെ, നമ്മൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ചോദിച്ചു നമ്മളെ ബേസ് ക്യാമ്പിൽ കൊണ്ടുപോകുമോ, നമുക്ക് അവിടെ ഇതാക്കാം. അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങളാണ് ഏറ്റവും ലാസ്റ്റത്തെ ബാച്ച്, ഇനി നമ്മൾ ബാച്ചിന് എടുക്കുന്നേ ഇല്ല, അവിടെ നിന്ന് എല്ലാം കെട്ടിപ്പൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ അത്രയും അവരോട് കെഞ്ചി കേട്ടിട്ടുണ്ട് നമ്മളൊന്ന് കൊണ്ടുപോകുന്നുള്ളത്. എന്നിട്ട് ട്രിപ്പ് മില്യൻകാരുടെ അടുത്തുനിന്നുണ്ടായത് ഫസ്റ്റത്തെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ട്രിപ്പ് മില്യൻകാർ തന്ന കോർഡിനേറ്റർ ഇതുവരെ കേദാർകാന്ത ട്രെക്കിങ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് വെതർ ചേഞ്ച് ആയാലും ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് വെതർ ചേഞ്ച് ആയാലും കുഴപ്പമില്ല, നമുക്ക് കയറാന്നുള്ള ഒരു രീതിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആളെ ഒരിക്കലും ഞങ്ങൾ കുറ്റം പറയില്ല, കാരണം ആൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരാളായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇതുവരെ കയറാത്ത ഒരാൾ ട്രിപ്പ് മില്യൻകാർ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബേസ് ക്യാമ്പ്, ഞങ്ങൾ അവിടെ ടെൻ്റ് അടിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ചൂടുവെള്ളം കിട്ടുമെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല, അത്രയും തണുപ്പുള്ള സ്ഥലത്ത് നിന്ന്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സാങ്ക്രി വില്ലേജിലേക്ക് തിരിച്ചെത്തി. സാങ്ക്രി വില്ലേജിൽ തിരിച്ചെത്തിയപ്പോൾ പോലും അവർ ഞങ്ങൾക്ക് ചൂടുവെള്ളം തന്നിട്ടില്ല കുളിക്കാൻ. ഞങ്ങൾ ആ മഞ്ഞത്ത് കിടന്നിട്ടും ഞങ്ങൾക്ക് അവർ ഒന്നും, അതായത് കുളിക്കാൻ അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ തണുത്ത വെള്ളത്തിൽ കുളിച്ചു തന്നത്. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പിറ്റേന്ന് നമ്മൾ തിരിച്ചു പോരാണ്. അപ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവരന്നിട്ട് ട്രിപ്പ് മില്യൻ്റെ ടീം വന്നിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരും കൂടി നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ ഇവരെന്നിട്ട് സബ്മിറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ പോസ്റ്റ് ഞാനിവിടെ ആഡ് ആക്കിയേക്കാം. അങ്ങനെയാണ് ഇവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണിത്, ഇത് വല്ലാത്ത സ്കാമാണ്. എന്നിട്ട് ഞങ്ങൾ ഈ സാങ്ക്രി വില്ലേജിൽ തിരിച്ചെത്തിയ സമയത്ത് ഇവർ വേറെ ബാച്ചിനെ കൊണ്ട് പോവുക. അവർ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളാണ് ലാസ്റ്റ് ബാച്ച്, അവിടെ നിന്നെല്ലാം ക്യാമ്പെല്ലാം ഇതാക്കാൻ പോവാണ്, ടെൻ്റെല്ലാം അഴിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് എന്താ പറയുക, ഇവർ പിറ്റേന്ന് വേറെ ബാച്ചിനെ കൊണ്ടുപോയി. അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഇത്രയും പൈസ മുടക്കി ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് ഒരു വിലയില്ലാത്ത പോലെ ഞങ്ങളെ പിറ്റേന്ന് കൊണ്ടുവന്നു. വല്ലാത്ത സ്കാമാണ്. ട്രിപ്പ് മില്യൻ എന്നല്ല, ഞങ്ങളുടെ കൂടെ വന്ന വേറൊരു ടീമും കൂടി ഉണ്ട്. അവരെ പേരെങ്ങാനും കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം. സോ എല്ലാവരും സ്കാമിലൊന്നും പെടാതെ നോക്കുക. നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറേ അന്വേഷിച്ചിട്ട് പോവുക. ഇവരെന്നിട്ട് ലാസ്റ്റ് എല്ലാവരെയും പറ്റിക്കുന്ന രീതിയിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കിത് കുറേ മുന്നേ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ ഹാപ്പിനെസ് കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നീട്ടി ഞാൻ കൊണ്ടുവന്നത്. സോ എല്ലാവരും ഒന്ന് തിങ്ക് ചെയ്തിട്ട് എല്ലാം ചെയ്യാൻ നോക്കുക. അപ്പം എനിക്ക് ട്രിപ്പ് മില്യൻകാരോട് പറയാനുള്ളത് കുറച്ചെങ്കിലും സെൻസ് ഉപയോഗിച്ചിട്ട് എല്ലാം ചെയ്യാൻ നോക്കുക. കുറച്ചുകൂടി നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. കാരണം ഇത്രയും ക്യാഷ് തന്നിട്ട് പോകുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. ചിലപ്പോൾ അവർക്ക് അത്രയും ആഗ്രഹം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം എല്ലാവരോടും എനിക്ക് അത്രയും പറയാനുള്ളൂ.